ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഈ ചെമ്മീൻ വെച്ചിട്ടൊരു റെസിപ്പി ചെയ്താലോ. അത്യാവശ്യം വലിയ ചെമ്മീനാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ചെമ്മീൻ റോസ്റ്റ് ആട്ടോ. ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി, ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വിനീഗർ കൂടി ചേർക്കാണ്. ഇത് നമ്മുടെ ചെമ്മീൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മസാല തേച്ചിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒരു പാകമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. കുറച്ചുകൂടി സ്പൈസി ആക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി. മസാലയൊക്കെ ഒന്ന് ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഗ്രേവി ആക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചെമ്മീനിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.